ലെബനനിൽ ഇസ്രയേൽ ചൊവ്വാഴ്ച കരയാക്രമണം തുടങ്ങിയതിനു പിന്നാലെ ടെൽ അവീവിനെയും ജെറുസലേമിനെയും ലക്ഷ്യം വെച്ച് 100-ലേറെ മിസൈൽ അയച്ച് ഇറാൻ. അയൽരാജ്യമായ ജോർദാന്റെ ആകാശത്ത് വെച്ച് തന്നെ ഇസ്രയേൽ ഇവ വെടിവെച്ചിട്ടു എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രയേലിലെ പ്രധാന വിമാനത്താവളമായ ബെൽഗുനിയോണിലേക്കുള്ള വ്യോമ ഗതാഗതം നിർത്തിവെച്ചു. ഇസ്രയേലിലെ ടെൽ അവീവിൽ ഉൾപ്പെടെ മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ സ്ഥിരീകരിച്ചു. ആക്രമണം നടത്തിയെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡും വ്യക്തമാക്കി. ഇറാനിൽ നിന്നും ആക്രമണമുണ്ടാകുമെന്ന് US മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് ടെൽ അവീവിലും ജെറുസലേമിലുമുള്ള ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറാൻ ഇസ്രയേൽ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിനു മുൻപ് ഏപ്രിലാണ് ഇറാൻ ഇസ്രയേലിനെ നേരിട്ട് ആക്രമിച്ചത്. അന്ന് അയച്ച മിസൈലുകളിൽ മിക്കതും ഇസ്രയേൽ വെടിവെച്ചിട്ടിരുന്നു. തെക്കൻ ലെബനനിലെ ഹിസ്ബുല്ലയുടെ ശക്തി കേന്ദ്രങ്ങളിൽ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ നിയന്ത്രിതവും പരിമിതവും ആസൂത്രിതവുമായ കരയാക്രമണം ആരംഭിച്ചെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു. എന്നാൽ നടപടി എത്ര ദിവസം നീളുമെന്ന് സൂചിപ്പിച്ചില്ല. അധിനിവേശത്തിന് മുന്നോടിയായി അതിർത്തിയിലെ 25 ഗ്രാമങ്ങൾ ഒഴിയാൻ ലെബനീസ് പൗരന്മാരോട് ഇസ്രയേൽ നിർദ്ദേശിച്ചു. ഹിസ്ബുല്ലയുടെ കേന്ദ്രങ്ങൾ മാത്രമാണ് ലക്ഷ്യമെന്നും ഇത് ലെബനോനിലെ ജനങ്ങൾക്ക് നേരെയുള്ള യുദ്ധമല്ലെന്നും ഇസ്രയേൽ സൈന്യം പറഞ്ഞു. ഹിസ്ബുല്ലയുമായി ഇസ്രയേൽ സൈന്യം നേരിട്ട് ഏറ്റുമുട്ടിയതായി റിപ്പോർട്ടില്ല. അതേസമയം സൈന്യം ഉള്ളിലെത്തിയെന്ന വാർത്ത ഹിസ്ബുല്ല നിഷേധിച്ചു. അതിനിടെ ഇസ്രയേലിലെ ടെൽ അവീവിൽ ചൊവ്വാഴ്ചയുണ്ടായ വെടിവയ്പിൽ നിരവധി പേർ മരിച്ചു. സംഭവം ഭീകരാക്രമണമെന്ന് ഇസ്രയേൽ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.